നമുക്കിന്ന് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം കേട്ടോ. കുറച്ച് കുട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്തു തരുമെന്ന്. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കിയാലോ. അപ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്സേയിൽ 16ാമത്തെ ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത് ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ ആദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. The ledger balance of X company as on 31st March 2021 are as follows എന്ന് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡാറ്റാസ് ഒന്ന് വേഗം നോക്കാം. ഫിക്സഡ് അസറ്റ് ഒരു 7 ലക്ഷം ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 10,000. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് 8,50,000. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 60% ഉള്ളൂ. പെയ്ഡപ്പ് അത് 6 ലക്ഷമാണ്. 60% എന്ന് പറയുന്നത് 6 ലക്ഷമാണ്. അതുപോലെ തന്നെ 10% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് 2 ലക്ഷം ഉണ്ട്. 12% സെക്കൻഡ് ഡിബഞ്ചേഴ്സ് 5 ലക്ഷം ഉണ്ട്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് 50,000 ഉണ്ട്. ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിങ് വൈ എന്ന് പറഞ്ഞ ആൾ അടക്കം ₹8,50,000 ₹11,50,000. അപ്പോൾ ക്രെഡിറ്റേഴ്സ് 11,50,000 ആണ്. അതിൽ 8,50,000 വൈ എന്ന് പറഞ്ഞ ആൾക്ക് കൊടുക്കാനുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ ഓൺ ബോത്ത് ടൈപ്പ് ഓഫ് ഡിബഞ്ചേഴ്സ്. 2 ഡിബഞ്ചേഴ്സിനും കൂടി ഒരു കൊല്ലത്തിൽ കൊടുക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് എത്ര കിടക്കുന്നുണ്ട്? 80,000 കിടക്കുന്നുണ്ട്. അതപ്പോൾ അവർ ക്ലെയിമിൽ ചിലപ്പോൾ അവർ സെറ്റിൽ ചെയ്യുന്നുണ്ടാവും. അതെങ്ങനെയാണ് 80,000 വന്നേച്ചെങ്കിൽ 2 ലക്ഷത്തിൻ്റെ 10% 20,000 12% 5 ലക്ഷത്തിൻ്റെ. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ 12% എന്ന് പറഞ്ഞാൽ 60,000 മറ്റേത് 20,000. അങ്ങനെ 80,000 ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഒരു കൊല്ലത്തെ കിടക്കുന്നുണ്ട്. ഡ്യൂ ടു ഹെവി ലോസസ് ദ ഫോളോയിങ് സ്കീം ഓഫ് റീകൺസ്ട്രക്ഷൻ ഈസ് എഗ്രീഡ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സ്കീം നോക്കാട്ടോ നമുക്ക്. To make the existing ₹100 equity shares fully paid up and then to reduce them ₹20 each. ആദ്യം തന്നെ ഇപ്പോഴുള്ളത് 60% പെയ്ഡപ്പ് ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അത് ഫുള്ളി പെയ്ഡപ്പ് ആക്കിയതിന് ശേഷം, അതായത് 40% കൂടി വിളിച്ചതിന് ശേഷം അതിനെ ₹20 ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ₹100 ഇക്വിറ്റി ഷെയർ എത്രയാക്കാൻ പറഞ്ഞിട്ടുണ്ട്? ₹20 ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡിബഞ്ചറിൻ്റെ ക്ലെയിംസ്, ഫസ്റ്റ് ഡിബഞ്ചേഴ്സിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അടുത്തത് to settle the claim of first debenture holders by issuing 13.5% debentures of ₹100 each. അപ്പോൾ അവരുടെ ക്ലെയിം എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാനുള്ള ഡിബഞ്ചറിൻ്റെ 2 ലക്ഷം പ്ലസ് അവരുടെ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടാവും കേട്ടോ. അത് രണ്ടും കൊടുത്ത് അവസാനിപ്പിക്കണം. എങ്ങനെയാണ് കൊടുത്ത് അവസാനിപ്പിക്കുന്നത്? അതിന് പകരം പുതിയതായിട്ട് 13.5% ഡിബഞ്ചർ 100 ഈച്ച് കൊടുക്കുന്നു. പിന്നെ അടുത്തത് എന്താ പറഞ്ഞേക്കണേ നോക്കുക. ടു ഡിസ്ചാർജ് ക്ലെയിം ഓഫ് സെക്കൻഡ് debenture holders by issuing 15% 4,000 debentures അല്ലേ, ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈച്ച്. കണ്ടോ? പിന്നെ അടുത്ത സെക്കൻഡ് ഡിബഞ്ചേഴ്സ് ഒരു 5 ലക്ഷം ഉണ്ട്. അവർക്ക് 2000 13.5% ഡിബഞ്ചേഴ്സ് ₹100 വെച്ചിട്ട് കൊടുത്ത് അവസാനിപ്പിക്കുന്നു. അവരുടെ ക്ലെയിം മുഴുവൻ സെറ്റിൽ ചെയ്യുന്നു, അവരുടെ ഇൻട്രസ്റ്റ് അടക്കം. ഇനി അടുത്തത് പറയണത് ടു പേ ₹3 lakh ടു മിസ്റ്റർ വൈ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ഹിസ് ക്ലെയിം. മിസ്റ്റർ വൈയുടെ ഒരു കാര്യം നമ്മൾ ക്രെഡിറ്റേഴ്സിൽ കണ്ടു. അപ്പോൾ അയാൾക്ക് 8,50,000 കൊടുക്കാണ്ട് അവർക്ക് 3 ലക്ഷം കൊടുത്തിട്ട് അയാളെ അവസാനിപ്പിക്കുന്നു. ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന് കാര്യമാണ് അടുത്തത് പറയണത്. നോക്കിയാൽ എന്താ പറയണത്? ടു അലോട്ട് 15,000 ഫ്രഷ് ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹20 ഈച്ച് ടു ഡിസ്ചാർജ് ദ റിമൈനിങ് ട്രേഡ് ക്രെഡിറ്റേഴ്സ്. 11,50,000 മൊത്തം ട്രേഡ് ക്രെഡിറ്റേഴ്സ് ഉള്ളത്. അതിൽ 8,50,000 വയ്യാണ്. അപ്പോൾ അത് കഴിച്ച് ബാക്കി 3 ലക്ഷമാണ് ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സ്. അവർക്ക് എത്ര കൊടുക്കുന്ന പറഞ്ഞേക്കണത്? 15,000 ഷെയർ, ഒരെണ്ണത്തിൻ്റെ വില ₹20. അപ്പോൾ കറക്റ്റ് അതിലേ 3 ലക്ഷം കൊടുത്ത് അവസാനിപ്പിക്കും. മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ₹20,000. അപ്പോൾ ഉണ്ടായിരുന്നത് 10 ആയിരുന്നു, ഇപ്പോൾ അത് എത്രയായിട്ടുണ്ട്? 20 ആയിട്ടുണ്ട്. പിന്നെ റൈറ്റ് ഓഫ് ദ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആൻഡ് ടു റെഡ്യൂസ് ദ ഫിക്സഡ് അസറ്റ്. ഫിക്റ്റീഷ്യസ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യാനും ബാക്കിയുള്ള കാശ് കൊണ്ട് ഫിക്സഡ് അസറ്റ് റൈറ്റ് ഓഫ് റെഡ്യൂസ് ചെയ്യാനുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത്? അസ്യൂം ഓൾ ദ ഫോർമാലിറ്റീസ് ആർ ഡ്യൂലി കംപ്ലീറ്റഡ് വിത്ത് പാസ് നെസസറി ജേണൽ എൻട്രീസ് ടു ഗീവ് ഇഫക്റ്റ് ടു ദ എബോവ് സ്കീം ആൻഡ് പ്രിപ്പയർ ദ പോസ്റ്റ് റീകൺസ്ട്രക്ഷൻ
കൺസ്ട്രക്ഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതണം, പുതിയ ബാലൻസ് ഷീറ്റും വരയ്ക്കണം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചെയ്യാനുള്ളത് ഓൾറെഡി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് വെക്കണം? ബാലൻസ്. അപ്പോൾ നമുക്കിവിടെ ഒരു ബാലൻസ് ഷീറ്റ് അല്ല തന്നിരിക്കണം, പകരം എന്താണ് ലെഡ്ജർ ബാലൻസസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫിക്റ്റീഷ്യസ് അസറ്റ്സ് നമ്മൾ വായിക്കുമ്പോൾ ഒന്നും കണ്ടില്ല, അപ്പോൾ അത് എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ബാലൻസ് ഷീറ്റ് വരച്ച് നോക്കുകയാണ് എങ്ങനെയാണ് അതിൽ എടുക്കണേന്ന്. എന്നിട്ട് വേണം നമുക്ക് ജേണൽ എൻട്രി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊരു ബാലൻസ് ഷീറ്റ് ഇവിടെ ആദ്യം വരച്ചിട്ടാലോ? അപ്പോൾ സൈഡിൽ ഇവിടെ വരച്ചിടാം. ചെറിയൊരു ബാലൻസ് ഷീറ്റ് നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ചെറിയൊരു ബാലൻസ് ഷീറ്റ് വരച്ച് നോക്കാൻ പോവാണ് കേട്ടോ. എല്ലാം വലിച്ചു നീട്ടിയൊന്നും ഡാറ്റ എഴുതണില്ല, തന്നിരിക്കുന്ന ഡാറ്റ മാത്രം എഴുതുന്ന ഒരു ബാലൻസ് ഷീറ്റ്. ആദ്യം ലയബിലിറ്റി, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി നമുക്കൊന്ന് എഴുതി വയ്ക്കാം. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസ്. സബ് ഹെഡിങ്സ് ഒക്കെ നമുക്ക് മാക്സിമം കുറയ്ക്കാം കേട്ടോ. നമുക്കിത് അറിയാൻ വേണ്ടി എഴുതണത് എത്രയാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഫിക്സഡ് അസറ്റ് നോക്കിയാൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആദ്യം അസറ്റ് തന്നേക്കണം, അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ്? ഇക്വിറ്റി ഷെയർസ് ഉണ്ടോ? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര തന്നിട്ടുണ്ട്? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫിഗർ തന്നിട്ടുണ്ട്. എത്രയാ? 60% കംപ്ലീറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. 60% പെയ്ഡപ്പാണ്. 6 ലക്ഷം തന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. 10% ആണ്, അത് 2 lakh ഉണ്ട്. ഇനി സെക്കൻഡ് ഡിബഞ്ചേഴ്സ് ഉണ്ട്. അത് 12% ആയിരുന്നു, അത് 5 lakh ഉണ്ട്. ഓക്കെ, തന്നിരിക്കുന്ന ഡാറ്റ അതുപോലെ നമ്മളൊന്ന് എഴുതി വെച്ചൊന്ന് മാത്രം കേട്ടോ. ടാലി ആവുണ്ടോയെന്നും നമുക്കറിയണ്ടേ, അതിന് വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ സെക്കൻഡ് ഡിബഞ്ചേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ഓഡി ഉണ്ട്. അപ്പം ഞാൻ എഴുതി വെച്ചു ബാങ്ക് ഓഡി. എത്രയാ? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയണത് 50,000. ദെൻ അടുത്തത് എന്താ വരണം നോക്കിയാൽ? ട്രേഡ് ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ട്രേഡ് ക്രെഡിറ്റേഴ്സിൽ മൊത്തം 11,50,000 ഉണ്ട്. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഒരു 80,000. 80,000 ആണ് ടീച്ചർ പറഞ്ഞത്. ആദ്യത്തെ ആൾക്ക് 20,000 പ്ലസ് രണ്ടാമത്തെ ആൾക്ക് 60,000. അങ്ങനെയാണ് 80,000 വന്നേക്കണേന്ന്. 2 ലക്ഷത്തിൻ്റെ മുകളിൽ 10%, 20,000. എന്നാണ് അതുപോലെ തന്നെ 5 ലക്ഷത്തിൻ്റെ മുകളിൽ 12%, 60,000. അങ്ങനെയാണ് 80,000 വന്നേക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അസറ്റ്സ് ലയബിലിറ്റി സൈഡിൽ വന്നിരിക്കുന്ന ഐറ്റംസ്. ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ എത്ര വരുന്നുണ്ടെന്ന് നോക്കിയേ. ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് മുഴുവൻ കൂട്ടുമ്പോൾ 6 ഐറ്റം ഉണ്ട്. 6 ഐറ്റം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി നോക്കിയാൽ? 25,80,000 കിട്ടുന്നുണ്ട്. കണ്ടോ? 25,80,000 കിട്ടുന്നുണ്ട്. നമുക്ക് അസറ്റ് സൈഡ് ഒന്ന് നോക്കിയാൽ. അപ്പോൾ അടുത്തത് ഏത്? അസറ്റ്സ്. അപ്പോൾ അസറ്റ്സിൽ ആദ്യം ഫിക്സഡ് അസറ്റ്. തന്നിരിക്കുന്ന അസറ്റുകളൊക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ. ഫിക്സഡ് അസറ്റ് എത്രയാണ്? 7 ലക്ഷം ഉണ്ട്. ഫിക്സഡ് അസറ്റ് 7 ലക്ഷം ഉണ്ട്. ഇനി അടുത്ത എന്താ നോക്കിയാൽ? ഫിക്സഡ് അസറ്റ് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഓർഡറിൽ അങ്ങോട്ട് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് 10,000. സബ് ഹെഡിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഇനി അടുത്തത് സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ്. കറണ്ട് അസറ്റിൽ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ്. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എത്രയുണ്ട്? 8,50,000 ഉണ്ട്. ഇനി ഒന്നും അസറ്റ് തന്നിട്ടില്ല. അപ്പോൾ ആ കൂടി 7ഉം 8ഉം അല്ലേ? എന്താണ് 8 15,50,60,000 ഇപ്പം നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയില്ലേ 15,60,000 കഴിഞ്ഞാൽ പിന്നെ 25 ആവണമെങ്കിൽ 10,20,000 കൂടിയും വേണ്ടേ? അപ്പോൾ 10,20,000 ആയിരിക്കും നമ്മുടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്. കണ്ടോ? അതിൽ പറഞ്ഞിട്ടുണ്ട് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആണ്. അപ്പോൾ ഞാൻ 10,20,000 ബാലൻസിങ് ഫിഗറാണ് കേട്ടോ. അത് ബാലൻസിങ് ഫിഗറിനെ ഞാൻ എന്ത് പേര് കൊടുത്തു? എന്താണ്? ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന് ഞാൻ പേര് കൊടുത്തു. കാരണം ഫിക്റ്റീഷ്യസ് അസറ്റ്സ് കട്ട് ചെയ്ത് കളയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളതിനെ എന്തായിട്ട് കൊടുത്തു? ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ആയിട്ട് ഞാൻ അങ്ങോട്ട് എഴുതി കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ടോട്ടൽ എത്രയായി? 25,80,000 തന്നെയായി അല്ലേ? ശരിയായി നോക്കിക്കോളൂ കേട്ടോ, ശരിയായില്ലേ എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ബാലൻസ് ഷീറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചു ക്ലിയർ ആക്കാൻ വേണ്ടി. ഇനി നമുക്ക് അതിൻ്റെ ജേണൽ എൻട്രി, ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ ജേണൽ എൻട്രി എഴുതി തുടങ്ങാം. അപ്പോൾ ജേണൽ എൻട്രി നമ്മൾ എഴുതി തുടങ്ങുകയാണ്. ജേണൽ എൻട്രി ഒരൊറ്റ സ്റ്റെപ്പ് കൊണ്ട് കഴിയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ
ഇതായി വെച്ചു. ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്. നമുക്ക് ജേണൽ എൻട്രി ഓരോന്ന് നോക്കിയാലോ. ഫസ്റ്റ് ജേണൽ എൻട്രി എന്താ നോക്കിയേ. അപ്പോൾ ബാലൻസ് ഷീറ്റ് വരച്ചത് നമുക്ക് 10,20,000 ആണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ ജേണൽ എൻട്രി വരച്ച് വെച്ചിട്ട് അത് ബാലൻസ് ഷീറ്റായിട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. ഇനി നോക്കിയാൽ ലെഡ്ജറിൽ നമുക്ക് ഓരോ ആ ഡാറ്റ നോക്കിയിട്ട് നമ്മൾ ഓരോ ജേണൽ എൻട്രി എഴുതാൻ പോവുകയാണ് കേട്ടോ. ജേണൽ എൻട്രിന്ന് ഹെഡിങ് കൊടുക്കണം. അതൊന്നും ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ കൊടുത്തോളണം കേട്ടോ. ജേണൽ എൻട്രിന്ന് ഹെഡിങ് കൊടുക്കണം, ഓരോ എൻട്രികളും എഴുതണം. ആദ്യത്തെ നോക്കിയേ എ പോയിന്റ് നമുക്കൊന്ന് നോക്കാം ആദ്യം. ക്വസ്റ്റ്യനിൽ നോക്കിയേ, മേക്ക് ദ എക്സിസ്റ്റിംഗ് 100 ഇക്വിറ്റി ഷെയർസ് ഫുള്ളി പെയ്ഡ് അപ്പ് ആൻഡ് എന്താണ് ദെൻ ടു റെഡ്യൂസ് ദം ടു 20 ഈച്ച്. അതല്ലേ പറഞ്ഞേക്കണേ. അപ്പോൾ അവിടെ 60% പെയ്ഡപ്പ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിനെ 100% പെയ്ഡപ്പ് ആക്കണം അല്ലേ. ബാക്കിയുള്ളതും കൂടിയും വിളിക്കണം. അപ്പം ഒരെണ്ണത്തിൻ്റെ വില 100 രൂപയാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 60% എന്ന് പറഞ്ഞാൽ 60 രൂപയാവില്ലേ. അപ്പോൾ 60 രൂപയാണെങ്കിൽ എത്ര എണ്ണ ഉണ്ട്? 10,000 എണ്ണല്ലേ. അപ്പം എങ്ങനെ 10,000 കിട്ടിയെന്ന് മനസ്സിലായോ. ആ 10,000 എണ്ണത്തിൽ ഇനി 40 രൂപയും കൂടി 100 ഫുള്ളി പെയ്ഡപ്പ് ആക്കണം എന്ന് പറഞ്ഞാൽ ഇനി എത്രയും കൂടിയും വിളിക്കണം എന്നാണ്. 40 രൂപയും കൂടി നമ്മൾ കോൾ ചെയ്യണം. അപ്പോൾ നമ്മൾ കോളാണ് ആദ്യം വിളിക്കാൻ പോണത്. എന്താ ജേണൽ എൻട്രി വരിക അപ്പോൾ കോൾ വിളിക്കുമ്പോൾ എന്താണ് ഫസ്റ്റ് കോൾ അല്ലെങ്കിൽ ഫൈനൽ കോൾ. ഫൈനൽ ആണല്ലോ ഇവിടെ. അപ്പോൾ ഫൈനൽ കോൾ അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്ര? 10,000. 10,000 എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ലേ. 10,000 ഷെയറിന് 40 രൂപ വെച്ചിട്ട്. 40 എങ്ങനെയാണ് വന്നേ? മൊത്തം 100 രൂപയാണ്. 60% എന്ന് പറഞ്ഞാൽ 60 രൂപ വിളിച്ചു കഴിഞ്ഞു. ബാക്കി ഇനി എത്രയുണ്ട്? 40 രൂപ. ഫൈനൽ കോൾ. മനസ്സിലായോ? 10,000 എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായല്ലോ. 60% ആണ് 6 ലക്ഷം. അപ്പോൾ പിന്നെ എന്താണ് 60% എന്ന് പറഞ്ഞാൽ 60 രൂപ. അപ്പോൾ 6 ലക്ഷം ഡിവൈഡഡ് ബൈ 60 ഇട്ടാൽ നമുക്ക് എന്ത് കിട്ടി? 10,000 ഷെയർസാണ് കിട്ടി. ആ 10,000 ഷെയറിന് 40 രൂപ വെച്ചിട്ടാണ് കോള് വിളിക്കുന്നത്. ഇതറിയാൻ വേണ്ടി ഇവിടെ എഴുതിയിട്ടേക്കണത് കേട്ടോ. നിങ്ങളവിടെ എഴുതിയിരുന്നത് നിർബന്ധമല്ല. അപ്പോൾ 10,000 × 40. അപ്പോൾ എത്ര വന്നു? 4 ലക്ഷം കോള് ഡ്യൂ ആയി. ഓക്കെ. അപ്പോൾ എന്ത് പേര് കൊടുത്തു? ബീയിങ് ഫൈനൽ കോൾ ഡ്യൂ. ഓക്കെ, ഫൈനൽ കോൾ ഡ്യൂ. അത് നമ്മൾ വരച്ച് കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം എന്നാണ്, അതിൻ്റെ കാശ് കിട്ടും. കാശ് കിട്ടുമ്പോൾ എന്താ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഫൈനൽ കോൾ. എത്ര? ഇതേ 4 ലക്ഷം തന്നെ. ഓക്കെ. അപ്പോൾ അതിന് നമ്മൾ എന്ത് കൊടുത്തു? ബീയിങ് ഫൈനൽ കോൾ റിസീവ്ഡ്. ഫൈനൽ കോൾ റിസീവ്ഡ്. ഫൈനൽ കോൾ റിസീവ്ഡ്. അപ്പോൾ നമ്മൾ ഓരോ കോളും നമ്മൾ എഴുതിയിട്ടോ. ആദ്യത്തെ എഴുതി കഴിഞ്ഞു, രണ്ടാമത്തെ എഴുതി കഴിഞ്ഞു, കോളൊക്കെ വിളിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഇതേവരെ കൺവേർഷൻ നടത്തണം. എത്രയാക്കണം? 20 രൂപ വിലയുള്ള ഷെയറാക്കി മാറ്റണം. 100 രൂപ വിലയുള്ള ഷെയറാണ് ഇപ്പോൾ. അതിനെ എത്രയാക്കി മാറ്റണം? 20 രൂപയാക്കി മാറ്റണം. അപ്പോൾ അതിനുള്ള എൻട്രി എന്താ എഴുതാൻ നോക്കാം. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാനുള്ളതിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? ഈക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ എത്ര വരും? 10,000 × 100 ടു പുതിയത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. പുതിയത് എത്രയപ്പോൾ? പുതിയതിൻ്റെ ഫേസ് വാല്യൂ എത്രയാണ്? 10,000 × 20 അല്ലേ. ടു ബാക്കിയുള്ളത് നമ്മൾ എന്തിലേക്ക് കളയും? ക്യാപിറ്റൽ റിഡക്ഷൻ. ഓക്കെ, ടു ക്യാപിറ്റൽ റിഡക്ഷൻ ബാക്കിയുള്ളതിലേക്ക് കേട്ടോ. അപ്പോൾ 10,000 × 80. ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് എത്ര പോകാമെന്ന് മനസ്സിലായോ? 10,000 × 80. അപ്പോൾ എത്ര വരും? 10,000 × 10 ലക്ഷം വരും ഇവിടെ. ഇനിയാണ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 ലക്ഷം ടു ക്യാപിറ്റൽ റിഡക്ഷൻ 8 ലക്ഷം. ഓക്കെ. അപ്പോൾ അതിൻ്റെ നരേഷൻ എന്ത് എഴുതാൻ? നരേഷൻ എഴുതാൻ മറക്കണ്ട. ബീയിങ് കൺവേർഷൻ. ബീയിങ് കൺവേർഷൻ എന്തിൻ്റെ? ഓഫ് കൺവേർഷൻ ഓഫ് ഇക്വിറ്റി ഷെയർസ് at the rate of 100 each to 20 each. നമുക്കതിൻ്റെ കണ്ടിന്യൂവേഷൻ ഇവിടെ ചെയ്യാം കേട്ടോ. മാറ്റേണ്ട ജേണൽ എൻട്രി ചെയ്തോളാം. ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് എഴുതുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാം. ഇനി അപ്പോൾ ഇക്വിറ്റി ഷെയർസ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് എന്താണ്? ഡിബഞ്ചറിൻ്റെ ട്രാൻസാക്ഷൻ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഡിബഞ്ചർ എന്താണ്?
വരണേ നോക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ നോക്കിയാൽ സെറ്റിൽമെൻറ്റ് ഓഫ് എന്താണ് ഡിബഞ്ചേഴ്സിൻ്റെ കാര്യം എന്താ വരണേ നോക്കാം. രണ്ടാമത്തെ പോയിന്റ് ബി പോയിന്റ് ടു സെറ്റിൽ ദ ക്ലെയിം ഓഫ് ഫസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ബൈ ഇഷ്യൂയിങ് 13.5% ഡിബഞ്ചേഴ്സ് ഓഫ് റുപ്പീസ് എന്താണ് 100 each. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം, ഈ ഫസ്റ്റ് ഡിബഞ്ചേഴ്സിനെ നമുക്ക് 10% എൻ്റെ ഫസ്റ്റ് ഡിബഞ്ചർ ആയിരുന്നു, അതിനെ നമുക്ക് മാറ്റിയിട്ട് പുതിയ ഇതാക്കണം. അപ്പോൾ എന്താ ജേണൽ എൻട്രി വരിക നോക്കാം. അപ്പോൾ എന്താ വരിക ജേണൽ എൻട്രി ആയിട്ട് നമുക്ക് നോക്കാം. 10 അതിനെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ 10% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ, 10% ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എന്താണ്, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങും കൂടി ഒരുമിച്ച് എഴുതാം കേട്ടോ. ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ 80,000 എങ്ങനെയാണ് വന്നതെന്ന് 20,000 ഇതിൻ്റെ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് 20,000. അപ്പോൾ ഫസ്റ്റ് ഡിബഞ്ചേഴ്സ് 2 lakh, ഔട്ട്സ്റ്റാൻഡിങ് ഫുൾ ക്ലെയിമാണ് നമ്മൾ സെറ്റിൽ ചെയ്യണത്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് അടക്കമുള്ള ക്ലെയിം എന്ത് വരും, അവർക്ക് എന്താ പകരമായിട്ട് കൊടുക്കണത് 13.5% ഡിബഞ്ചേഴ്സ് അല്ലേ, 13.5% ഡിബഞ്ചേഴ്സ് കേട്ടോ. അപ്പോൾ അതിൽ എത്രയാണ് വരണേ നോക്കിയേ, 13.5% ഡിബഞ്ചേഴ്സ് എത്ര എണ്ണ വരണേ നമ്മൾ കൊടുക്കണത് 2000 അല്ലേ, 2000 എണ്ണ കൊടുക്കണത് അറ്റ് ദ റേറ്റ് ഓഫ് എന്താണ് ഇഷ്യൂയിങ് 2000 അറ്റ് ദ റേറ്റ് ഓഫ് 100. അപ്പോൾ എത്രയാണ് വരിക 2 lakh ആണ് അവർക്ക് 2 lakh റുപ്പീസിൻ്റെ 13.5% ഡെപ്റ്റാണ് ഡിബഞ്ചറാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് എന്തിലേക്ക് പോവും, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോവും. ഷോർട്ടാക്കിയിട്ടാണ് ടീച്ചർ എഴുതണം കേട്ടോ, കാരണം ചെറിയ വലിപ്പം കുറഞ്ഞതുകൊണ്ട്. അപ്പോൾ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് 20,000. ക്ലിയർ ആയോ. ബീയിങ് എന്ത് കൊടുക്കണം നമുക്ക്, ബീയിങ് ഫസ്റ്റ് ഡിബഞ്ചർ ക്ലെയിം സെറ്റിൽഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് സെറ്റിൽ ചെയ്തു, ഫസ്റ്റ് എന്താണ് ഡിബഞ്ചർ ക്ലെയിം നമ്മൾ എന്ത് ചെയ്തു, ക്ലെയിം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ഡിബഞ്ചർ ക്ലെയിം നമുക്ക് സെറ്റിൽ ചെയ്താലോ. അതെങ്ങനെ കൊടുക്കുന്ന പറഞ്ഞേക്കണത്, അവരുടെ ക്ലെയിം 15% ഡിബഞ്ചർ കൊടുത്തിട്ട് എത്ര എണ്ണം എന്നാണ് 4000 ഡിബഞ്ചർ കൊടുത്തിട്ട് അവസാനിപ്പിക്കുന്ന പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ എന്ത് വരും, 12% സെക്കൻഡ് അല്ലേ, സെക്കൻഡ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു എത്രയാണ് കൊടുക്കണത് നമ്മൾ, ടു 15 അല്ലേ, 15% ഡിബഞ്ചേഴ്സ്. ഓക്കെ, അതിൻ്റെ ഇടയിൽ എന്തും കൂടിയും കൊടുക്കാണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലേ, അത് മറക്കണ്ട കേട്ടോ. അപ്പോൾ എന്ത് പറഞ്ഞിട്ട് കൊടുക്കുക, ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെറ്റർ, അതും കൂടിയും കൂട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ 12% ഡിബഞ്ചേഴ്സ് 5 lakh ഉണ്ട് നമ്മുടെ കയ്യിൽ കണ്ടോ, 5 lakh ഉണ്ട്. ഇൻട്രസ്റ്റ് ഒരു 60,000 ഉണ്ട്. അവർക്ക് മൊത്തമായിട്ട് പകരം കൊടുക്കണത് എന്താ നോക്കിയാൽ 60,000 ഉണ്ട്. പകരമായിട്ട് കൊടുക്കണത് 4000 ഡിബഞ്ചറാണ് അറ്റ് ദ റേറ്റ് ഓഫ് 100 അല്ലേ, 4000 ഡിബഞ്ചർ അറ്റ് ദ റേറ്റ് ഓഫ് 100. അപ്പോൾ 4 ലക്ഷം ഡിബഞ്ചർ കൊടുത്തിട്ടാണ് അവരെ നമ്മൾ സെറ്റിൽ ചെയ്തേക്കണത്. അപ്പോൾ ബാക്കിയുള്ള കാശ് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് അക്കൗണ്ടിലേക്ക് പോകും. എത്രയുണ്ട്, 1,60,000 ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോയി. ബീയിങ് എന്നാണ് എന്ത് സെറ്റിൽ ചെയ്തു, സെക്കൻഡ് ഡിബഞ്ചേഴ്സ് എന്താണ് ഡിബഞ്ചർ ക്ലെയിം സെറ്റിൽഡ്. ഓക്കെ, ബീയിങ് സെക്കൻഡ് ഡിബഞ്ചർ ക്ലെയിം സെറ്റിൽഡ്. അപ്പോൾ ഫസ്റ്റ് ഡിബഞ്ചർ ക്ലെയിമും സെറ്റിൽ ചെയ്തു, സെക്കൻഡ് ഡിബഞ്ചർ ക്ലെയിമും നമ്മൾ എന്ത് ചെയ്തു, സെറ്റിൽ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ആർക്കാ സെറ്റിൽ ചെയ്യാനുള്ളത്, ഡി പോയിന്റ് നോക്കിയേ, ടു പേ എന്താണ് എത്രയാ 3 lakh ടു മിസ്റ്റർ വൈ ഇൻ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദെയർ ക്ലെയിം. അപ്പോൾ മിസ്റ്റർ വൈക്ക് എത്ര സെറ്റിൽമെൻറ്റ് ചെയ്യാനുള്ളത്, 8,50,000. അതിൻ്റെ ഫുൾ സെറ്റിൽമെൻറ്റ് നമ്മളിവിടെ ക്ലെയിം ചെയ്യും എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ മിസ്റ്റർ വൈസ് അക്കൗണ്ട് ഡെറ്റർ, അയാൾക്ക് കൊടുക്കാനുള്ളത് എത്രയാണ്, 8,50,000 കൊടുക്കാനുണ്ട്. അത് നമ്മൾ കൊടുക്കണം. എന്തായിട്ടാണ് കൊടുക്കണത്, ടു ബാങ്ക്, കയ്യിൽ കാശായിട്ട് ക്ലെയിം കൊടുക്കുന്നുണ്ട്. ടു ബാങ്ക്, ക്യാഷ് അഥവാ ബാങ്ക് എത്രയായിട്ടാണ് കൊടുക്കണേ നോക്കിയേ, ഇൻ ഹിസ് അക്കൗണ്ട് പേ 3 lakh. അപ്പോൾ എത്രയാണ് കൊടുക്കണത്, 3 lakh കൊടുക്കാൻ നമ്മുടെ കയ്യിൽ കാശുണ്ട്. കാരണം നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് 4 ലക്ഷം അല്ലേ, അതിൽ 3 ലക്ഷം എടുത്തിട്ട് നമ്മൾ എന്ത് കൊടുത്തു, മിസ്റ്റർ വൈക്ക് കൊടുത്തു. അപ്പോൾ ബാക്കി മുഴുവൻ എന്താണ്, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോയി. ബാക്കി എത്രയുണ്ട്, 8 ലക്ഷത്തിൽ 3 ലക്ഷം കൊടുത്തുള്ളൂ, ബാക്കി 5,50,000. ശരിയല്ലേ, 5,50,000 നമ്മൾ കൊടുത്തു. ബീയിങ് എന്താണ്, ആരുടെ ക്ലെയിം സെറ്റിൽ ചെയ്തു, എന്താണ് മിസ്റ്റർ വൈസ്
ക്ലെയിം സെറ്റിൽഡ്. ഓക്കെ, മിസ്റ്റർ വൈയുടെ ക്ലെയിമും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയും സ്റ്റെപ്പ് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അടുത്ത ആൾക്കാരുടെ സെറ്റിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ആൾക്കാർ ആരാ നോക്കിയേ, മിസ്റ്റർ വൈ കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത എന്താണ് ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന് ഫ്രഷ് ഇക്വിറ്റി ഷെയർ കൊടുത്ത് സെറ്റിൽ ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ മാച്ച് എഴുതാണ്, ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന് ഫ്രഷ് ഇക്വിറ്റി ഷെയർ നമ്മൾ കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എത്രയാണ് വരണേ നോക്കാം നമുക്ക്. ബാക്കിയാണ് കണ്ടിന്യൂവേഷനാണ് കേട്ടോ, നമ്മളിപ്പോൾ ചെയ്ത് പോവാണ്. ബാക്കിയുള്ളത് എത്രയാണ് നോക്കാം നമുക്ക്. ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സ് എത്രയാണ് നോക്കുക. ക്രെഡിറ്റേഴ്സിൽ ഇപ്പോൾ മൊത്തം ക്രെഡിറ്റേഴ്സ് എത്രയാണ്, 11,50,000. അതിൽ 8,50,000 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്, 3 ലക്ഷം ഉണ്ട് അല്ലേ. അപ്പോൾ അവരുടെ കഴിക്കുകയാണ്. അപ്പോൾ ട്രേഡ് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ എത്രയാണ്, 11,50,000 ആണ് അവർ മൊത്തം. അതിൽ 8,50,000 മിസ്റ്റർ വൈ ആണ്, ബാക്കിയുള്ള 3 ലക്ഷം. ഓക്കെ, അവർക്ക് കൊടുക്കുകയാണ്. എന്താ കൊടുക്കണേ, ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അവർക്ക് എന്താ കൊടുക്കണേന്ന് പറഞ്ഞു, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ് കൊടുക്കണേ. എത്ര എണ്ണം, 15,000 ഷെയർ അറ്റ് ദ റേറ്റ് ഓഫ് 20. അപ്പോൾ 15 × 2 എത്രയാണ്, 3 ലക്ഷം. ശരിയായില്ലേ. അപ്പോൾ 3 ലക്ഷം നമ്മൾ കൊടുത്തു. അപ്പോൾ അവരെ സെറ്റിലായതു. അപ്പോൾ ബീയിങ് എന്ത് കൊടുത്തു, ബീയിങ് എന്താണ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം സെറ്റിൽഡ്. ഓക്കെ, എന്ത് കൊടുത്തിട്ടാണ് സെറ്റിൽ ചെയ്തതെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വലിച്ചു ചെയ്താൽ കേട്ടോ. ബൈ ഇഷ്യൂയിങ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞിട്ട് വലിച്ചു ചെയ്താൽ, ഞാൻ ഷോർട്ടാക്കി എഴുതിയെന്ന് മാത്രം. ഇനി അടുത്ത ജേണൽ എൻട്രി കേട്ടോ. അപ്പോൾ ജേണൽ എൻട്രി എന്താണെന്ന് അറിഞ്ഞാൽ മതിയല്ലോ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് എന്താണ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത ആർക്കാണ് സെറ്റിൽ ചെയ്തേണ്ടത്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നെക്സ്റ്റ് വൺ പറഞ്ഞിരിക്കുന്നത്, മാർക്കറ്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് 20,000 ആയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ 10,000 അല്ലേ, ഇപ്പോൾ അത് എത്രയായിട്ടുണ്ട്, 20,000 ആയിട്ടുണ്ട്. അപ്പോൾ 10,000 കൂടിയില്ലേ, അത് നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ എന്താണ് ജേണൽ എൻട്രി വരിക, എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. എത്രയാ, 10,000. എങ്ങനെ 10,000 വന്നതെന്ന് മനസ്സിലായോ. മൊത്തം 10,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 20,000 ആയി. അപ്പോൾ കൂടുതലുള്ള എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് മാറ്റി. ബീയിങ്, അപ്പോൾ എന്താ നരേഷൻ കൊടുക്കുക, ബീയിങ് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രീസിയേഷൻ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. മനസ്സിലായോ, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രീസിയേഷൻ ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അപ്പോൾ അതും കഴിഞ്ഞു നമ്മുടെ. ഓക്കെ, ഇനി നമുക്ക് എത്രയുണ്ട് നോക്കാം കേട്ടോ. നമ്മുടെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ കഴിഞ്ഞില്ലേ, ഇനി അതുപയോഗിച്ച് നമ്മളോട് സെറ്റ് ഓഫ് ചെയ്യാനാണ് പറയണത്, ഫിക്റ്റീഷ്യസ് അസറ്റ്സും അസറ്റിൻ്റെ ബാലൻസും. അപ്പോൾ എത്രയുണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഏതാണ്, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ, ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് ഡെറ്റർ എത്രയുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് വർക്കിംഗ് നോട്ടിൽ നോട്ട് ചെയ്ത് വെച്ച് ഇവിടെ സൈഡിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. 8 ലക്ഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് നിന്ന് കിട്ടിയതുണ്ട്. പ്ലസ് നമ്മുടെ എന്താണ് ഫസ്റ്റ് ഡിബഞ്ചേഴ്സിൻ്റെന്ന് നമുക്ക് എത്ര കിട്ടി, ഫസ്റ്റ് ഡിബഞ്ചേഴ്സിൻ്റെന്ന് 20,000 കിട്ടി. അപ്പോൾ 8,20,000 ആയിട്ടോ. സെക്കൻഡ് ഡിബഞ്ചേഴ്സിന് 1,60,000 കിട്ടി. ഓക്കെ, പ്ലസ് പിന്നെ അടുത്ത ആൾ ആരാന്നാ, നമ്മുടെ എന്താണ് ക്രെഡിറ്റേഴ്സ് എന്താണ് വൈഡേ, മിസ്റ്റർ വൈഡേ എന്ന് പറഞ്ഞ ക്രെഡിറ്ററിന് 5,50,000 കിട്ടി. പ്ലസ് പിന്നെ ആരുടെ നിന്നാണ് കിട്ടിയേക്കണേ, ഈ ക്രെഡിറ്റേഴ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് 10,000 കിട്ടിയിട്ടുണ്ട്. 10,000 ഇത്രയും കാശ്. അപ്പോൾ 8 ലക്ഷം എന്താണ് 8 ലക്ഷം എന്നാൽ 5 ലക്ഷം വരുമ്പോൾ എത്രയായി, എന്താണ് 13,50,000, 14,50,000, 15,10,000, 20,000, 30,000 അല്ലേ, 15,10,000, 30,000, 40,000. അപ്പോൾ 15 ലക്ഷത്തി മൊത്തം ഇവിടെ എത്രയുണ്ട്, 15,40,000 ഉണ്ട്. മനസ്സിലായോ. അപ്പോൾ എത്രയാണ് നമ്മുടെ ക്രെഡിറ്റേഴ്സിൽ കിടക്കുന്നത്, 15,40,000 കിടക്കുന്നുണ്ട്. ഇനി നമുക്കതൊന്ന് വീതിച്ച് അങ്ങോട്ട് എടുത്തു കൊടുത്താലോ. ആർക്കൊക്കെ കൊടുക്കണം 15,40,000? നമുക്ക് ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് റൈറ്റ് ഓഫ് ചെയ്യണം. പിന്നെ ബാക്കിയുള്ളത് ഫിക്സഡ് അസറ്റിൻ്റെ വാല്യൂ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എത്രയാണ് നോക്കിയേ, 10,20,000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തി, ടു ഫിക്റ്റീഷ്യസ്
അസറ്റ്. എത്രയാ നമ്മുടെ ഫിക്റ്റീഷ്യസ് അസറ്റ്സ്? 10,20,000 ടു ഇതാണ് ഫിക്സഡ് അസറ്റ്. എത്രയാ ബാക്കി? 10,20,000, 15,40,000 മൊത്തമുള്ളത്. ബാക്കി മുഴുവൻ ഫിക്സഡ് അസറ്റിലേക്ക് എടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിക്സഡ് അസറ്റ് റൈറ്റ് ഓഫ് ചെയ്യാൻ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10 കഴിഞ്ഞ് 5,20,000 അല്ലേ? അപ്പോൾ 5,20,000 ശരിയല്ലേ? അപ്പോൾ ബീയിങ് എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് റൈറ്റ് ഓഫ് ആൻഡ് എന്താണ് ബാലൻസ് റെഡ്യൂസ്ഡ് എന്താണ് ഫിക്സഡ് അസറ്റ്. ബീയിങ് ഇവിടെ നോട്ട് ചെയ്തോളൂ കേട്ടോ. ബീയിങ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് എന്താണ് റിട്ടേൺ ഓഫ് ആൻഡ് എന്താണ് റിട്ടേൺ ഓഫ് ആൻഡ് പിന്നെ എന്തും കൂടിയും വന്നു ഇതാണ് ഫിക്സഡ് അസറ്റ് വാല്യൂ റെഡ്യൂസ്ഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ നരേഷ് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞില്ലേ നമ്മുടെ? അപ്പോൾ നമ്മൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇത്രയും നമ്മുടെ സ്റ്റെപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ബാലൻസ് ഷീറ്റ് പുതിയത് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ പഴയ ബാലൻസ് ഷീറ്റ് മാറ്റിയിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? പുതിയ ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ജേർണൽ എൻട്രി ക്ലിയർ ആയോ? ഇനി നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റ് വേഗം ഒന്ന് വരയ്ക്കാം. പുതിയ ബാലൻസ് ഷീറ്റ്. നോട്ട് നമ്പർ വേണമെങ്കിൽ എഴുതാനുള്ളത് കേട്ടോ. ബാലൻസ് ഷീറ്റ്. ഓക്കെ, ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഹെഡിങ് കൊടുത്തു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. എത്രയാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. അങ്ങനെ വൃത്തിയായിട്ട് എഴുതാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നോക്കാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണ് വരണേ നോക്കാം കേട്ടോ. നമുക്ക് എന്താണ് നമ്മുടെ ഓൾറെഡി ഉള്ളത് ഇപ്പോൾ 2 lakh ആണ് അല്ലേ? 2 lakh ഉണ്ട്. പിന്നെ ഒരു എത്രയുണ്ട്? ഒരു 3 lakh നമ്മുടെ ആർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ക്രെഡിറ്റേഴ്സിന് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടില്ലേ? 15,000. അപ്പോൾ എന്താണ് ഉള്ള ഇതിൽ എത്രയാക്കി നോക്കുക? 10,000 ഇൻറ്റു 10,000 ഉണ്ട്. 10,000 ഓൾറെഡി എക്സിസ്റ്റിങ് 10,000 ഉണ്ട്. അത് എന്താണ് 20 രൂപ വെച്ചിട്ട് 10,000 2 ലക്ഷം അല്ലേ? പ്ലസ് എന്താണ് ഒരു 15,000-ന് 20 രൂപ വെച്ചിട്ടുണ്ട്. 10,000 അപ്പോൾ എത്രയായി? എന്താണ് 10,000 25,000 ഉണ്ട് അല്ലേ? 25,000 ഷെയർ അറ്റ് ദ റേറ്റ് ഓഫ് 20. ഓക്കെ, അത്രയാണ് ഇക്വിറ്റി ഷെയർസ് ഉള്ളത്. അപ്പോൾ ക്ലിയർ ആയോ? എങ്ങനെ 25,000 10,000 പഴയത് എക്സിസ്റ്റിങ് 10,000 ഇൻറ്റു 20 വെച്ചിട്ട് പിന്നെ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്ത എത്രയും വന്നു? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്? 15,000 ഇക്വിറ്റി ഷെയർസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 5 ലക്ഷമാണ് നമ്മുടെ 5 ലക്ഷം കേട്ടോ. നോട്ട് നമ്പർ വേണമെങ്കിൽ അവിടെ കൊടുത്തോളൂ. 5 ലക്ഷം നമുക്കിവിടെ വരും. ഇത് നോട്ടിൽ വേണമെങ്കിൽ നിങ്ങളവിടെ കുറിച്ചിട്ടോട്ടോ. എങ്ങനെയാണ് വന്നതെന്ന് നോട്ട് നമ്പർ 1 എന്ന് പറഞ്ഞ് കുറിച്ചിട്ടുള്ളൂ കേട്ടോ വേണമെങ്കിൽ. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞാൽ പിന്നെ ഡിബഞ്ചേഴ്സ് ആണ് അല്ലേ? ഡിബഞ്ചേഴ്സിന് പുതിയ ഡിബഞ്ചേഴ്സ് അല്ലേ? ഡിബഞ്ചേഴ്സ് അതായത് ഇക്വിറ്റി കഴിഞ്ഞാൽ പിന്നെ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ആണ് കേട്ടോ. ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം, നല്ല ഭംഗിയിൽ എഴുതാം. നോൺ കറൻറ്റ് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഇത് എന്താണ് ഇക്വിറ്റീസ് ആൻഡ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ നമ്മൾ വന്നത്. ഇനി എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ പിന്നെ നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ഡിബഞ്ചേഴ്സ് ആണ്. ഡിബഞ്ചേഴ്സ് പുതിയതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് നോക്കിയേ? 13.5% ഡിബഞ്ചേഴ്സ്. അതെത്ര കൊടുത്തിട്ടുണ്ട്? 2 ലക്ഷമാണ് നമ്മൾ കൊടുത്തേക്കണേ തോന്നണം കേട്ടോ. അപ്പോൾ 2 ലക്ഷം നോക്കിയേ, ശരിയല്ലേ? 2 ലക്ഷം പുതിയത് കൊടുത്തേക്കണേ. പിന്നെ ഒരു 15% ഡിബഞ്ചേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. ആ ഡിബഞ്ചേഴ്സ് എത്രയാണ്? 4 ലക്ഷം കിടക്കുന്നുണ്ട്. ഓക്കെ, 15% ഡിബഞ്ചേഴ്സ് 4 ലക്ഷം കിടക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞിരിക്കണേ നോക്കാം. ബാക്കി എന്താണ് അടുത്ത സ്റ്റെപ്പിൽ എന്താണ് 15% ഡിബഞ്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താ നോക്കി നോക്കിയേ. എന്താണ് പിന്നെ ഫ്രഷ് ഷെയർസിൻ്റെ കഴിഞ്ഞു, ഡിബഞ്ചേഴ്സ് കഴിഞ്ഞു. ഇനി എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റിന് ഇല്ലല്ലോ. ബാങ്ക് ഓടി അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എത്ര കിടക്കണേ? ഓൾറെഡി 50,000. ഇനി ട്രേഡ് ക്രെഡിറ്റേഴ്സൊക്കെ പേയ്മെൻറ്റ് കഴിഞ്ഞു. പിന്നെ അടുത്ത എന്താ? ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റും ഇല്ല. അപ്പോൾ എത്രയും നോക്കി നോക്കിയേ? 5 എന്താ പറയുക? അതിൻ്റെ ഇടയിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കിയേ. ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റേഴ്സും നമ്മൾ പേയ്മെൻറ്റ് കഴിഞ്ഞു. ഇനി അസറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ? എന്താണ്
അസറ്റ് സൈഡിൽ ഇനി ബാലൻസ് ആയിട്ട് ഇനി നമുക്ക് എന്താണ് ഒന്നുമില്ല ഇല്ലല്ലോ. അപ്പോൾ എത്രയുണ്ട്? 5 ലക്ഷം, 2 ലക്ഷം, 4 ലക്ഷം, 50,000 അത്ര തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നോക്കിയാൽ 5 ലക്ഷം, 7 ലക്ഷം, 7 ലക്ഷം 11,50,000. ഈ ബാങ്ക് ഓടി നമുക്ക് കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം കേട്ടോ. കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ബാങ്ക് ഓടി എഴുതി കഴിഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ എഴുതി കഴിഞ്ഞില്ലേ? നോട്ട് നമ്പർ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. നോട്ട് നമ്പർ 1 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് കിട്ടിയെന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇവിടെ ഞാൻ എഴുതിയതിന് പകരം നിങ്ങളിവിടെ നോട്ട് എഴുതിയിട്ട് ഇവിടെ നമ്പർ 1 കൊടുക്കുക. ഇനി ഇതൊക്കെ നേരിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞില്ലേ? ഇനി അസറ്റ്സ് എന്നുള്ള ഭാഗം എഴുതാം. അസറ്റ്സിൽ എന്താണ്? ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൽ എത്രയാണ്? അപ്പോൾ റിഡ്യൂസ്ഡ് വാല്യൂ വേണമെങ്കിൽ നോട്ട് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം. നോട്ട് നമ്പർ 2 കേട്ടോ. 1 നിങ്ങൾ ഇതിൽ കൊടുത്തിട്ടില്ലേ? അപ്പോൾ നോട്ട് നമ്പർ 2 ഫിക്സഡ് അസറ്റ്. ഓൾറെഡി ഉള്ള ഫിക്സഡ് അസറ്റ് എത്രയായിരുന്നു നോക്കിയേ? 7 ലക്ഷമായിരുന്നു. അതിൽ എത്രയെല്ലാം നമ്മൾ കുറച്ചിട്ടുണ്ട്? 5,20,000 എത്രയാണ്? നമ്മൾ എത്രയോ കുറച്ചിട്ടുണ്ടല്ലോ. 7 ലക്ഷം ഉണ്ടായിരുന്നതായിരുന്നു. അതിന്ന് എന്താണ് എത്രയാണ് കുറച്ചേക്കണേ നോക്കിയേ? 5,20,000 രൂപ കുറച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതണോ? ഫിക്സഡ് അസറ്റ് 7 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. അതൊന്ന് ലെസ് എന്താണ് കുറച്ചത്? ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് പോയത് എത്രയാ? റിഡക്ഷനിലേക്ക് പോയത് എത്രയാ? 5,00,000 എടുത്തു കൊടുത്തത് എത്രയാ? റെഡ്യൂസ്ഡ് വാല്യൂ 5,20,000. ബാക്കിയുള്ളതല്ലേ ഉള്ളൂ? 5,20,000 കുറച്ചാൽ ബാക്കിയുള്ളത് എത്ര വരുന്ന നോക്കിയേ? 1,80,000. ശരിയല്ലേ? ഇനി പുതിയ എന്താണ് ഫിക്സഡ് അസറ്റ് എത്രയേ ഉള്ളൂ? നമുക്ക് 1,80,000 ഉള്ളൂ. അപ്പോൾ പുതിയ ഫിക്സഡ് അസറ്റായിട്ട് നമ്മൾ എത്ര എഴുതി? 1,80,000 എഴുതി. ഫിക്സഡ് അസറ്റ് 1,80,000. നോട്ട് നമ്പർ 2. ഇനി നമുക്ക് എന്തുണ്ട്? ഫിക്റ്റീഷ്യസ് അസറ്റ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നു? ഇൻവെസ്റ്റ്മെൻറ്റ് 10,000 ആയിരുന്നു. അതിൻ്റെ കൂടെ എത്ര കൂടി? പ്ലസ് അപ്രീസിയേഷൻ എത്രയാ? 10,000. അപ്പോൾ മൊത്തം എത്രയായി? 20,000. അപ്പോൾ തേർഡ് പോയിൻ്റ് 20,000. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇനി സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ്. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലോ. സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എത്രയാണ്? സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റേഴ്സ് എന്താണ്? അത് 8,50,000 തന്നെ. അതിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇനി ക്യാഷ് ആൻഡ് ബാങ്ക്. ക്യാഷ് ഓർ ബാങ്ക് അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ടീച്ചർ നോട്ട് കാണിച്ചു തരാം കേട്ടോ. ഓൾറെഡി എത്രയുണ്ട് നോക്കിയേ? ക്യാഷ് ഓർ ബാങ്ക് നോട്ട് നമ്പർ 4 കേട്ടോ. നോട്ട് നമ്പർ 4 നമുക്ക് നോട്ട് ചെയ്യാം. ക്യാഷ് ബാലൻസ് എത്രയുണ്ട് നോക്കിയേ? എന്താണ്? ഓൾറെഡി 4 ലക്ഷം ഉണ്ട് അല്ലേ? ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കോള് വിളിച്ചിട്ട് ഒരു 4 ലക്ഷം അവിടെ കിടക്കണില്ലേ? ആ 4 ലക്ഷത്തിൽ നിന്ന് ലെസ് ക്രെഡിറ്റേഴ്സിന് കൊടുത്തത്. അപ്പോൾ എത്രയാണ്? ഇത് കോള് വിളിച്ച കാശാണ് കേട്ടോ. ഫൈനൽ കോള് വിളിച്ച കാശാണ്. ബാങ്ക് 4 ലക്ഷം. അതിന് ക്രെഡിറ്റേഴ്സിന് ഒരു 3 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അത് കൊടുത്തിട്ട് ബാക്കി 1 ലക്ഷം. ഓക്കെ, ആ 1 ലക്ഷം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോട്ട് നമ്പർ 4 1 ലക്ഷം ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തു. കഴിഞ്ഞില്ലേ? ഇനി വേറെ ഒന്നുമില്ലല്ലോ. അപ്പോൾ ഫിക്സഡ് അസറ്റ് എഴുതി, കറണ്ട് അസറ്റ് എഴുതി, ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതി, കറണ്ട് അസറ്റ് 2 എഴുതി. ഇനി ടോട്ടൽ ചെയ്ത് നോക്കിയാൽ എത്രയുണ്ടെന്ന്? ഇത് കറണ്ട് അസറ്റ് എന്ന് നമുക്ക് ഹെഡിങ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ കറണ്ട് അസറ്റ് നമ്മൾ എഴുതി. ഇനി നമുക്കതൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കിയാൽ 1,80,000 എന്നാണ്. 8 9 ലക്ഷം 10 ലക്ഷത്തി 30 11 ലക്ഷത്തി 30 11 ലക്ഷത്തി 50,000. കറക്റ്റായില്ലേ ടോട്ടല്? അപ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു? ബാലൻസ് ഷീറ്റ് വരയ്ക്കൽ കഴിഞ്ഞു. ക്ലിയർ ആയോ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്തതിന്? ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞു. പുതിയ ബാലൻസ് ഷീറ്റും നമ്മൾ എന്ത് ചെയ്തു? പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്